ചായയും കാപ്പിയും ഉള്ളിലേക്ക് വീഴുമ്പോൾ ഒയ്യോ വിഷം കയറി വന്നിരിക്കുന്നു, ഉള്ള നേരത്തെ ഉറങ്ങാണ്ട് എണീറ്റതിനെ കളയു മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് ശരീരത്തിൻ്റെ ഉള്ളിലൊരു ഫയർ എഞ്ചിൻ്റെ മരണമണി മുഴങ്ങുന്നു. ടോക്സിക് ആയിട്ടുള്ള വിഷകരമായിട്ടുള്ള എന്ത് നമ്മുടെ ഉള്ളിൽ ചെന്നാലും ഉണർവുണ്ടാവും. നമുക്കെപ്പോഴാണ് ക്ഷീണം വരുന്നത്? ഉള്ളിലുള്ള അവയവങ്ങൾക്കോ പുറത്തുള്ള അവയവങ്ങൾക്കോ വിശ്രമം ആവശ്യമായി വരുമ്പോൾ ശരീരം ക്ഷീണം ഉണ്ടാക്കും. അന്നേരം വിശ്രമിക്കുന്നതിന് പകരം, വിശ്രമിച്ച് റീചാർജ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അല്പം സ്റ്റിമുലേഷന് നോക്കിയാൽ, ചായ കുടിച്ചാൽ വിശ്രമിക്കേണ്ട അവയവങ്ങളെല്ലാം ചാടി എണീറ്റ് പണിയെടുക്കാൻ നിർബന്ധിതമാകും. പണിയെടുത്ത് ക്ഷീണിച്ച കാള ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്നപ്പോൾ കാളക്കാരനൊരു അടി കൊടുത്തു, ചാടി പണിയെടുക്കും. വീണ്ടും തളർന്ന് കിടക്കുമ്പോൾ ഒരടിയും കൂടെ കൊടുത്താൽ വീണ്ടും പിന്നെ എത്ര അടിച്ചാലും കാള എണീക്കാണ്ട് അവിടെ നിന്ന് കരയും. കരയുമ്പോൾ വാലയെ പിടിച്ചൊരു കടിയടിച്ചാൽ അപ്പോഴും ചാടി എണീറ്റ് പണിയെടുക്കും. പിന്നെ ഒരു വീഴ്ച വീഴും, പിന്നെ എണീക്കില്ല. വാല് മുറിച്ചാലും എണീക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതുപോലെ കൃത്രിമമായി ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാടില്ല. വിശ്രമത്തിലൂടെ തന്നെ ആരോഗ്യത്തിലേക്ക് വരണം. ദാഹത്തിന് വെള്ളം, ചായയും കാപ്പിയല്ല, ചാരായമല്ല, കോളയല്ല. ദാഹത്തിന് വെള്ളം, വിശപ്പിന് ഭക്ഷണം, ക്ഷീണത്തിന് വിശ്രമം. ക്ഷീണത്തിന് വിശ്രമം, വിശപ്പിന് ഭക്ഷണം, ദാഹത്തിന് വെള്ളം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉള്ളിലേക്ക് ഇടരുത്. മര്യാദ പാലിക്കണം. ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ നിസ്സഹായമായി ഇരിക്കുകയാണ് ഉള്ളിൽ. അവയോട് അതിക്രമം കാണിക്കരുത്. നിങ്ങളുടെ ഭക്ഷണം ദഹിച്ച് രക്തത്തിലേക്ക് ആ ഭക്ഷണത്തിൻ്റെ പോഷകങ്ങൾ, ആ ഭക്ഷണത്തിൻ്റെ ദഹനഫലങ്ങൾ രക്തത്തിലേക്ക് കയറും. അത് രക്തം നിങ്ങളുടെ കോശങ്ങളിൽ, അവയവങ്ങളുടെ ഉള്ളിലുള്ള കോശങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും. കോശങ്ങൾ അതിനെ ഉപയോഗിച്ച് ഊർജം ഉണ്ടാക്കും. അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് അമിനോ ആസിഡുകളെ, പ്രോട്ടീൻ ദഹിച്ചുണ്ടാകുന്ന അമിനോ ആസിഡുകളെയൊക്കെ ഉപയോഗിച്ച്, അല്ല ആളുകളുടെ മുഴുവൻ വിചാരം ഞാൻ എന്ത് തിന്നാലും എൻ്റെ ശരീരം നന്നായി ഇങ്ങനെ വന്നോളൂ എന്നാണ്. ഓരോ ഭക്ഷണവും കുറേ കഴിക്കും, പിന്നെ ഹോം മോർച്ചറിയിലേക്ക് കയറ്റി വയ്ക്കും, എന്നിട്ട് ചൂടാക്കി തിന്നും. ബാക്കി ആഹാര ശവം വീണ്ടും മോർച്ചറി കയറ്റി വെക്കും, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഇറക്കും, ചൂടാക്കും, തിന്നും. ബാക്കി ആഹാര ശവം വീണ്ടും മോർച്ചറി കയറ്റി വെക്കും. എന്ത് തിന്നാലും എങ്ങനെ തിന്നാലും, എന്നിട്ട് രോഗം വന്നതെന്ന് പറഞ്ഞാൽ മരുന്നിന് നടക്കുക. അടിക്കണ്ടേ? വേണ്ടാത്ത സാധനം മുഴുവൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് അത് ദഹിച്ച് രക്തമജ്ജ മാംസാദികൾ വഷളായി പോകുന്നതിന് മരുന്നിന് നടക്കുന്ന വിഡ്ഢിയാന്മാർ നമ്മളെപ്പോലെ വേറെ ആരാണുള്ളത്? ചികിത്സിക്കാൻ കുറേ ഡോക്ടർമാർ വരുന്നുണ്ട്. ഓരോരുത്തരും പറയല നിന്റെ ഈ ചീഞ്ഞ ഭക്ഷണം കഴിക്കാൻ നിർത്തണം, ബേക്കറി തീറ്റ നിർത്തണം. ഒരു ഡോക്ടറും പറയല. പറഞ്ഞാൽ വരുമാനം പോകും. ഇരിക്കണ കൊമ്പ് മുറിക്കുന്നത് പോലെയാകും. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിലാണ്, നമ്മുടെ പിന്നാമ്പുറങ്ങളിലാണ് നമ്മുടെ രോഗത്തിൻ്റെ കാരണം. അത് മാറ്റിയാൽ മാത്രമേ രോഗം മാറാൻ പോകുന്നുള്ളൂ. അത് മാറ്റിയാൽ രോഗം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതിന് പകരം രോഗത്തിന് എന്താണ് ഗുസ്തി, നിഴലിനോട് എങ്ങനെ ഗുസ്തി പിടിക്കണം, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാം. അവർ നന്നായിക്കൊണ്ടിരിക്കും, നിങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ഞങ്ങളിവിടെ ഒരു മുദ്രാവാക്യം വെച്ചിട്ടുണ്ട്: രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക. വീണ്ടും രോഗിയായി ഇങ്ങോട്ട് വരരുത്. നമ്മുടെ എല്ലാ കേന്ദ്രത്തിലും പറയുന്ന കാര്യമാണ്, വീണ്ടും വീണ്ടും രോഗിയായി ഇങ്ങോട്ട് വരരുത്. ഇവിടെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ചെയ്യുന്ന അത്രയും നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ല, ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ കരുതുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതും വേണ്ട. നിങ്ങൾ ഒരു കാര്യവും പുതുതായിട്ട് ചെയ്യണ്ട എന്നുള്ളിടത്താണ് പ്രകൃതി ജീവനത്തിൻ്റെ മറ്റൊരു സൗന്ദര്യമുഖം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ മതി, ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴേക്കും നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് മാറി വരണം. അതിനാണ് ഇവിടെ കുറച്ച് ദിവസം പിടിച്ച് തടവിലിടുന്നത്.